ഹലോ ഓൾ, എം.എ ഇംഗ്ലീഷുകാർക്ക് വേണ്ടിയുള്ള പുതിയ ടോപ്പിക്കാണ് ബ്രിക്കൊലാഷ്. നമുക്ക് ബ്രിക്കൊലാഷ് എന്താണെന്ന് നോക്കാം. ബ്രിക്കൊലാഷ് ഇസ് എ ടേം വിച്ച് വാസ് പോപ്പുലറൈസ്ഡ് ബൈ ഫ്രഞ്ച് സ്ട്രക്ചറലിസ്റ്റ് ആൻഡ് ആന്ത്രപ്പോളജിസ്റ്റ് ക്ലോഡ് ലെവിസ്ട്രോസ്. ക്ലോഡ് ലെവിസ്ട്രോസ് പോപ്പുലറൈസ് ചെയ്ത ഒരു ആന്ത്രപ്പോളജി റിലേറ്റഡ് അല്ലെങ്കിൽ സ്ട്രക്ചറലിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ബ്രിക്കൊലാഷ് എന്ന് പറയുന്നത്. നൗ വാട്ട് ഈസ് ബ്രിക്കൊലാഷ്? എന്താണ് ബ്രിക്കൊലാഷ്? ബ്രിക്കൊലാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് അൺറിലേറ്റഡ് ആയിട്ടുള്ള റാൻഡം കുറച്ച് പിക്സ് കാണും. ഈ കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ചൊരു ക്രിയേറ്റീവ് പ്രോസസ്സിലൂടെ അസംബിൾ ചെയ്ത് ആ ക്രിയേറ്റിവിറ്റിയുടെ ഫലമായിട്ട് ഒരു പുതിയ ഒരു ക്രിയേഷൻ ഉണ്ടാകുന്നു. നമുക്ക് റാൻഡമായിട്ട്, അപ്പം എപ്പോഴും ഈ റാൻഡമായിട്ട് കാണുന്ന മെറ്റീരിയൽസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടാവണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അൺറിലേറ്റഡ് ആയിരിക്കാം. ഈ അൺറിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് റാൻഡം കാര്യങ്ങൾ എടുത്തു വെച്ച് ഒരു ന്യൂ തിങ്ങിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ക്രിയേറ്റീവ് പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബ്രിക്കൊലാഷ്. അപ്പോൾ ത്രൂ ദ പ്രോസസ് ഓഫ് ബ്രിക്കൊലാഷ് വാട്ട് വി ഡു ഈസ് അസംബ്ലിങ് ഓൾ ദീസ് അൺറിലേറ്റഡ് മെറ്റീരിയൽസ്. ഈ അൺറിലേറ്റഡ് ആയിട്ടുള്ള റാൻഡം മെറ്റീരിയൽസ് എല്ലാം അസംബിൾ ചെയ്ത് പിന്നെ അതിൽ നിന്നും പുതിയതൊരു കാര്യം ഉണ്ടാക്കുകയാണ് നമ്മളിവിടെ ബ്രിക്കൊലാഷിലൂടെ ചെയ്യുന്നത്. എപ്പോഴും ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കണം എന്നില്ല ക്രിയേറ്റ് ചെയ്യുന്നത്. ചിലപ്പം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യത്തിൻ്റെ ഇംപ്രവൈസ്ഡ് വേർഷനും ആയേക്കാം. നമുക്ക് ആർട്ട് അല്ലെങ്കിൽ ലിറ്ററേച്ചറിൻ്റെ കേസിൽ വരുവാണെങ്കിൽ റൈറ്റേഴ്സൊക്കെ പല പല സോഴ്സസിൽ നിന്ന് ഐഡിയാസ്, പിന്നെ സ്റ്റൈൽസ്, ഈ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ട് ഇതിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് പുതുതായിട്ട് അവരുടെ വെറൈറ്റീസ് ഓഫ് റൈറ്റിങ്സ് ആണ് അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പം ആ പ്രോസസ്സിൻ്റെ പേരാണ് ബ്രിക്കൊലാഷ്. ബ്രിക്കൊലാഷിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ മൊണോട്ടണസ് ആയിട്ടുള്ള ഒരേ സ്റ്റൈല് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന അതിൽ നിന്നും ഒരു ചേഞ്ച് വന്നു എന്നുള്ളതാണ്. ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് അസംബിൾ ചെയ്യുമ്പം ട്രഡീഷണൽ അല്ലെങ്കിൽ കൺവെൻഷണൽ മെത്തേഡിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അത് യാഥാർത്ഥ്യമാക്കുന്നത് ഈ ബ്രിക്കൊലാഷിലൂടെയാണ്. അല്ലെങ്കിൽ നമ്മളുടെ റൈറ്റിംഗ് എപ്പോഴും ഒരേ സ്റ്റൈല് തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും, ഒരേ ഐഡിയാസ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. ബ്രിക്കൊലാഷ് ഉണ്ടെങ്കിൽ പല സോഴ്സസിൽ നിന്നും നമ്മൾ ഇതേപോലെ പല പല ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് ആ എലമെൻറ്റ്സ് ഒക്കെ നമ്മളുടെ വർക്കിലേക്ക് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു പെർട്ടിക്കുലർ സ്റ്റൈല് മാത്രം ഫോളോ ചെയ്യാതെ ഡിഫറെൻറ്റ് സ്റ്റൈൽസും ഡിഫറെൻറ്റ് ഐഡിയാസും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ക്രിയേറ്റീവ് ആർട്ട് ഫോം അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ക്രിയേഷൻ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ ബ്രിക്കൊലാഷിൻ്റെ എയിം എന്ന് പറയുന്നത്. ബ്രിക്കൊലാഷിൽ അങ്ങനെ പ്രത്യേകിച്ച് ബൗണ്ടറീസ് ഒന്നും സെറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഏത് സോഴ്സിൽ നിന്ന് വേണമെങ്കിലും ഏത് ടൈപ്പ് ഓഫ് ഐഡിയ വേണമെങ്കിലും നിങ്ങൾക്ക് ബോറോ ചെയ്യാവുന്നതാണ്. അതിനങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ ലിമിറ്റ് ചെയ്യാതിരിക്കാനായിട്ടുള്ള ഒരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ടാണ് ബ്രിക്കൊലാഷ് മാറുന്നത്. ഇന്നൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങളൊരു ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ആ ഐഡിയോളജി നിങ്ങളുടെ റൈറ്റിങ്സിൽ ആഡ് ചെയ്യുന്ന ആളാണെങ്കിൽ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു ഐഡിയോളജിയും എറർ ഫ്രീ അല്ല. അതിനകത്ത് നമുക്ക് ഇഷ്ടമല്ലാത്തത് അല്ലെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല പല കാര്യങ്ങൾ കാണും. അപ്പം ഇങ്ങനത്തെ കേസിൽ എന്താണ് ചെയ്യുന്നത്? അപ്പം നിങ്ങൾക്ക് ഐഡിയോളജീസ് വരെ മിക്സപ്പ് ചെയ്യാം. നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഐഡിയോളജിയിൽ ഇഷ്ടമല്ലാത്തൊരു ഭാഗത്തിനെ റീപ്ലേസ് ചെയ്യാൻ വേറെ ഐഡിയോളജീസിൽ നിന്നും നമുക്ക് എലമെൻറ്റ്സ് എടുക്കാം, മെറ്റീരിയൽസ് എടുക്കാം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് എന്താണ് അവിടെ ലാക്കിംഗ് ആയിട്ട് തോന്നുന്നത് അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള പല പല മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. സോ ഈവൻ ഐഡിയോളജീസ് വരെ നിങ്ങൾക്ക് മിക്സപ്പ് ചെയ്യാം. അതുവരെ എല്ലാ കാര്യങ്ങളും സെയിം സ്റ്റൈല് മാത്രം ഫോളോ ചെയ്ത് വന്നിരുന്ന ആ ഒരു ട്രഡീഷനിൽ നിന്നും ഒരു ബ്രേക്ക് വന്നിട്ട് പുതുതായിട്ടുള്ള ഒരു ഇന്നൊവേറ്റീവ് ക്രിയേറ്റീവ് സ്റ്റൈലാണ് ബ്രിക്കൊലാഷ് പുട്ട് ഫോർവേഡ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് സോഴ്സിൽ നിന്നും എങ്ങനെയുള്ള കാര്യങ്ങളായാലും കമ്പൈൻ ചെയ്യുക എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയുടെ മറ്റൊരു ഡൈമെൻഷൻ തന്നെയാണ് എല്ലാവർക്കും മുന്നിലും തുറന്നിട്ടത്. എക്സ്ട്രീം ഓപ്പോസിറ്റ് പോൾസിൽ നിൽക്കുന്ന കാര്യങ്ങളെ വരെ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ബ്രിക്കൊലാഷിൻ്റെ മറ്റൊരു ക്വാളിറ്റിയാണ്. റിജിഡായിട്ടുള്ള റൂൾസിൽ നിന്നും അതിനെയൊക്കെ ഫ്ലെക്സിബിളാക്കി ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ക്രിയേറ്റീവ് പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് കാണിക്കേണ്ടത് അത് നിങ്ങൾ കാണിക്കുന്നു എന്നുള്ള രീതിയിലാക്കി രണ്ട് എക്സ്ട്രീം എൻഡ്സിലെ കാര്യങ്ങളും കമ്പൈൻ ചെയ്യുന്നത് വരെ ബ്രിക്കൊലാഷിൻ്റെ ഒരു ഫീച്ചറായി മാറി.
ലൈക്ക് ഹൈ കൾച്ചർ, ലോ കൾച്ചർ, ഇതിനെ എല്ലാത്തിനെയും കൂടെ കമ്പൈൻ ചെയ്തും നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പറ്റുന്നു. ഏതിലൂടെ? ബ്രിക്കൊലാഷിലൂടെ. അപ്പോൾ അതാണ് ബ്രിക്കൊലാഷ്. താങ്ക് യു.